ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആദി മഹോത്സവം 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഗോത്രവിഭാഗത്തിന്റെ പാരമ്പര്യവും ജീവിത രീതികളും രാജ്യത്തിന്റെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതായി രാഷ്ട്രപതി. തുണിത്തരങ്ങളുടെ കയറ്റുമതി 2030 9 ലക്ഷം കോടി രൂപയെന്ന നിലയിൽ 3 ഇരട്ടിയാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് ഭാരത് ടെക്സ് 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒമാനിൽ 8ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്തു. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം നാളെ തിരുവനന്തപുരത്ത്. ഇക്കൊല്ലത്തെ IPL ക്രിക്കറ്റ് സമയക്രമം പ്രഖ്യാപിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ അടുത്ത മാസം 22-ന് കൊൽക്കത്തയും ബംഗളൂരുവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ദേശീയ ഗോത്രോത്സവം ആദി മഹോത്സവം 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഗോത്രവിഭാഗത്തിന്റെ പാരമ്പര്യവും ജീവിത രീതികളും രാജ്യത്തിന്റെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള ബജറ്റ് വിഹിതം ഇക്കുറി 3 മടങ്ങ് വർദ്ധിച്ചതായും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1000-ലേറെ പേരാണ് ആദി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. आदि महोत्सव जनजातीय विरासत को प्रस्तुत करने और उसे प्रोत्साहित करने का एक प्रमुख आयोजन है. ऐसे उत्सव जनजातीय समाज के उद्यमियों, शिल्पकारों और कलाकारों को मार्केट से जुड़ने का बहुत अच्छा अवसर प्रदान करते हैं. पिछले 10 वर्षों के दौरान जनजातीय समाज के समग्र विकास के लिए अनेक प्रभावी कदम उठाया गया है. ट्राइबल डेवलपमेंट बजट 5 गुना बढ़कर लगभग 1,25,000 करोड़ रुपया हो गया है. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ദുരന്തത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. അപകടത്തിൽ മരണം 18 ഇതിൽ 11 സ്ത്രീകളും 5 കുട്ടികളും ഉൾപ്പെടുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഡൽഹി പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് റെയിൽവേ 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നൽകുമെന്നും റെയിൽവേ അറിയിച്ചു. രാജ്യത്തിന്റെ ടെക്സ്റ്റൈൽ മേഖലയിലെ കയറ്റുമതി 2030 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ 9 ലക്ഷം കോടി രൂപയായി ഉയർത്താനാണ് ലക്ഷ്യം. തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കയറ്റുമതിയിൽ ലോകത്തെ 6ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഭാരത് ടെക്സ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി. മേളയിൽ പങ്കെടുക്കുന്നവർക്ക് 120-ലേറെ രാജ്യങ്ങളിലെ സംസ്കാരത്തെയും അഭിരുചിയെയും മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വിലയിരുത്തി. साथियों, आज भारत टैक्स में 120 से ज्यादा देश हिस्सा ले रहे हैं. यानी यहाँ आने वाले हर एंटरप्रेन्योर्स को 120 देशों का एक्सपोजर मिल रहा है. उन्हें अपने बिजनेस को लोकल से ग्लोबल बनाने का अवसर मिल रहा है. जो एंटरप्रेन्योर्स नए बाजारों की तलाश में हैं, उन्हें यहाँ विभिन्न देशों की कल्चरल नीड्स की जानकारी मिल रही है. ടെക്സ്റ്റൈൽ വ്യവസായത്തിലെ ഏറ്റവും വലുതും സമഗ്രവുമായ പരിപാടിയാണ് ഭാരത് ടെക്സ് 2025. വെള്ളിയാഴ്ച ആരംഭിച്ച ഭാരത് ടെക്സ് നാളെ സമാപിക്കും. ഒമാനിൽ നടന്ന 8ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്തു. ആഗോള വിഷയങ്ങളിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ യോഗം നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട കേന്ദ്രമന്ത്രി പുതിയ ആശയങ്ങളിലൂടെ ലോകക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നും പറഞ്ഞു. ഇവ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ അംഗങ്ങളെ മാത്രം ബാധിക്കുന്നവയല്ലെന്നും മറ്റു രാജ്യങ്ങളെയും മേഖലകളെയും ബാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്ലോബൽ സൌത്ത് എന്ന ആശയത്തിൽ ഇന്ത്യയ്ക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം കണക്ടിവിറ്റി പദ്ധതികൾ സുതാര്യമായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടു. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഏഷ്യയെയും യൂറോപ്പിനെയും ഇസ്രായേലിലൂടെ അമേരിക്കയുമായി ബന്ധിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ കൂടുതൽ ചർച്ചകൾ നടന്നു. ഈ വിഷയത്തിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറുമായി ശ്രീ ജയശങ്കർ ആശയവിനിമയം നടത്തി.
ആഗോള സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് നോർവീജിയൻ ധനമന്ത്രി ജെൻസ് സ്റ്റോൾട്ടൻബർഗുമായി ഉഭയകക്ഷി ചർച്ച നടന്നു. വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അർജന്റീനയുടെ വ്യാപാര മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി ശ്രീ എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. രാഷ്ട്രപതി ഭവനിൽ മറ്റന്നാൾ അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം നൽകും. സന്ദർശനത്തിൽ രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഷ്ട്രപതി ഭവനിലെ പുതിയ രീതിയിലുള്ള ഗാർഡ് മാറ്റ ചടങ്ങിന്റെ ഉദ്ഘാടന പ്രദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാക്ഷ്യം വഹിച്ചു. രാഷ്ട്രപതിയുടെ അംഗരക്ഷക സേനയിലെ സൈനികർ, സേനയുടെ ഭാഗമായുള്ള കുതിരകൾ എന്നിവർ പങ്കെടുക്കുന്ന സൈനിക അഭ്യാസ പ്രകടനങ്ങളും സൈനിക സംഗീത ബാൻഡിന്റെ കലാപ്രകടനവുമാണ് ഗാർഡ് മാറ്റ ചടങ്ങിന്റെ സവിശേഷത. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു. നാളെ വൈകിട്ട് 5-ന് തിരുവനന്തപുരത്താണ് യോഗം. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന മുണ്ടക്കൈ, ചൂരൽമല മേഖലകളുടെ പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികളുടെ വിഷമങ്ങൾ സഹാനുഭൂതിയോടെ കേൾക്കാനും കൂട്ടായി പ്രവർത്തിക്കാനും അധ്യാപകർക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഇന്ന് നിക്ഷേപകരുടെ ലക്ഷ്യസ്ഥാനമാണെന്ന് മന്ത്രി പി രാജീവ്. നിരവധി കമ്പനികൾ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുകയോ പ്രവർത്തനം വിപുലീകരിക്കുകയോ ചെയ്തു. ഇവിടെ എത്തിയ കമ്പനികൾ സംസ്ഥാനത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം കൂടുതൽ കമ്പനികളുമായി പങ്കുവയ്ക്കുകയും അവരെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മാർത്തോമാ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. പത്തനംതിട്ടയിൽ 130ാമത് മാരാമൺ കൺവെൻഷൻ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാചൽ പ്രദേശ് നിയമസഭ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി അംഗങ്ങൾ കേരള നിയമസഭ സന്ദർശിച്ചു. ഹിമാചൽ പ്രദേശ് നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ വിനയ് കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം സ്പീക്കർ AN ഷംസീറുമായി കൂടിക്കാഴ്ച നടത്തി. അസം നിയമസഭാ സമ്മേളനം ഇതാദ്യമായി ഗുവാഹട്ടിക്ക് പുറത്ത് സംഘടിപ്പിക്കുന്നു. കോക്രോച്ചാറാണ് അസം നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷന് നാളെ ആതിഥേയത്വം വഹിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന ഭാഗം ഗുവാഹട്ടിയിലെ സ്ഥിരം നിയമസഭാ മന്ദിരത്തിൽ നടക്കും. അടുത്ത മാസം 25 വരെയാണ് അസം നിയമസഭാ സമ്മേളനം. ഇക്കൊല്ലത്തെ IPL ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. അടുത്ത മാസം 22-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI ആണ് ഇന്ന് സമയക്രമം പ്രഖ്യാപിച്ചത്. 13 മൈതാനങ്ങളിൽ 65 ദിവസങ്ങളിലായി 74 മത്സരങ്ങളാണ് ഈ വർഷത്തെ IPLൽ ഉണ്ടാവുക. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ UP വോറിയേഴ്സിനെതിരെ ടോസ് നേടിയ ഗുജറാത്ത് ജയന്റ്സ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വഡോദരയിലാണ് മത്സരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. അഹമ്മദാബാദിൽ കേരളം ഗുജറാത്തിനെയും നാഗ്പൂരിൽ മുംബൈ വിദർഭയെയും നേരിടും. രാവിലെ 9:30 മുതലാണ് മത്സരം. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SC ഈസ്റ്റ് ബംഗാൾ മത്സരം പുരോഗമിക്കുന്നു. കൊൽക്കത്തയിലാണ് മത്സരം. കിഴക്കൻ മാലിയിൽ സ്വർണ്ണഖനിയിലുണ്ടായ അപകടത്തിൽ 42 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോട്ടോയിൽ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. ചൈനീസ് പൌരന്മാർ നടത്തുന്ന ഖനിയുടെ നിയമസാധുത പരിശോധിച്ച് വരികയാണെന്ന് സർക്കാർ വക്താവ് വ്യക്തമാക്കി. ഈ വർഷം മാലിയിൽ നടക്കുന്ന 2ാമത്തെ ഖനി അപകടമാണിത്. ഇക്കൊല്ലത്തെ ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോയിൽ ജൂലൈ 6-നും 7-നും നടക്കും. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, മറ്റ് അംഗരാജ്യങ്ങൾ എന്നിവയാണ് ബ്രിക്സ് രാജ്യങ്ങൾ. 20 അംഗരാജ്യങ്ങളിൽ നിന്നും അനുബന്ധ രാജ്യങ്ങളിൽ നിന്നുമുള്ള നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആദി മഹോത്സവം 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഗോത്രവിഭാഗത്തിന്റെ പാരമ്പര്യവും ജീവിത രീതികളും രാജ്യത്തിന്റെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതായി രാഷ്ട്രപതി. തുണിത്തരങ്ങളുടെ കയറ്റുമതി 2030ഓടെ 9 ലക്ഷം കോടി രൂപയെന്ന നിലയിൽ 3 ഇരട്ടിയാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് ഭാരത് ടെക്സ് 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒമാനിൽ 8ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അഭിസംബോധന ചെയ്തു.
വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം നാളെ തിരുവനന്തപുരത്ത്. ഇക്കൊല്ലത്തെ IPL ക്രിക്കറ്റ് സമയക്രമം പ്രഖ്യാപിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ അടുത്ത മാസം 22-ന് കൊൽക്കത്തയും ബംഗലൂരുവും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.